നൈജീരിയയിലെ ഏറ്റവും പ്രായം കൂടിയ കത്തോലിക്ക വൈദികൻ റവറൻ മോൺസിഞ്ഞോർ തോമസ് ഒലേഗെ അന്തരിച്ചു. ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ദിനമായ നവംബർ 24 പുലർച്ചെയാണ് മോൺസിഞ്ഞോർ തോമസ് ഒലേഗെ വിടവാങ്ങിയത്. 104 വയസ്സായിരുന്നു. 7 പതിറ്റാണ്ടോളമാണ് അദ്ദേഹം വൈദികനായി സേവനം ചെയ്തത്. ഭൂമിയിൽ നന്നായി ജീവിച്ചതിന് ദൈവത്തോടുള്ള നന്ദിയോടെയാണ് അദ്ദേഹം വിടവാങ്ങിയതെന്ന് ഓച്ചി രൂപത ബിഷപ്പ് ഗബ്രിയേൽ ഗിയാഖോമോ പറഞ്ഞു. അന്തരിച്ച കത്തോലിക്ക വൈദികന്റെ ജീവിതം വിശ്വാസം, വിനയം, ഭക്തി എന്നീ സദ്ഗുണങ്ങളുടെ ഉജ്ജ്വലമായ സാക്ഷ്യമാണെന്നും ബിഷപ്പ് അനുസ്മരിച്ചു. 1920 ഫെബ്രുവരിയിൽ ജനിച്ച ഒലേഗെ 1957 ഡിസംബറിലാണ് വൈദികനായി അഭിഷിക്തനായത്. സെയിന്റ് ജോൺ ദി അപ്പസ്തോലൻ ഇടവക ഉൾപ്പെടെയുള്ള ഓച്ചി രൂപതയിലെ വിവിധ ഇടവകകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ആയിരുന്ന സ്ഥലങ്ങളിൽ എല്ലാം ക്രിസ്തുവിനെ പകരുവാൻ അദ്ദേഹം പ്രത്യേക ഇടപെടൽ നടത്തി. മുൻ എഡോ സ്റ്റേറ്റ് ഗവർണർ ഗോഡ്വിൻ ഒബാസെക്കി ഫാദർ ഒലേഗയ്ക്ക് കത്തോലിക്ക വിശ്വാസത്തിന്റെ മഹത്തായ മിഷണറി എന്ന് വിശേഷണം നൽകിയിരുന്നു. മോൺസിഞ്ഞോർ തോമസ് ഒലേഗയുടെ വിയോഗത്തിൽ നൈജീരിയൻ സെനറ്റ് മെമ്പർ ഓഷിയോം ഹോൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി.